പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നവംബർ 14 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ
സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? അതായത് ഇപ്പം നമ്മൾ എൻജിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കണ്ടത് എന്താണ്? ഇന്നലെ കണ്ടത് ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? വേസ്റ്റ് വാട്ടർ എഴുതി ഒഴുകി പോകാനുള്ള ഒരു എൻജിൻ ഉണ്ടെങ്കിൽ, ഒരു കിച്ചൺ ഉണ്ടെങ്കിൽ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു എൻജിൻ ഉണ്ടെങ്കിൽ ഈ പുക പോകാൻ വേണ്ടിയുള്ള വേറെ ഒരു എന്താണ് എക്സോസ്റ്റ് പൈപ്പൊക്കെ പോലുള്ള സംഭവമില്ലേ? അതെന്തിനാണ്? ഈ എൻജിൻ ഹീറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വരുന്നത് തണുക്കാൻ വേണ്ടി, ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് ഉള്ളത്. ആ എക്സോസ്റ്റ് പൈപ്പ് വേറൊരു സംഭവമാണ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റുള്ള ഒരു സംഭവമാണ്. എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാകും ഓവർ ഗ്യാസ്, ഓവർ ഹീറ്റ് പോകാൻ വേണ്ടി. അതുപോലെ ആധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോൾ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി. എന്താണെന്നറിയാവോ? ലൂക്ക 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്തിന്റെ കുഴപ്പം നമ്മളെ റിജക്ട് ചെയ്യാൻ അവസരം. റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ്. എന്താണ്? അതായത് പാപകരമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ കൊടുക്കും. ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ, പാമ്പ് കടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആ രക്തം ഒഴുക്കിക്കളയും. എന്തുമാത്രം ഒഴുക്കും? പകുതി ഒഴുക്കിയേക്കാം, പകുതി അവിടെ ഇരിക്കട്ടെ. അങ്ങനെ കാണുന്നത് അല്ല. ഈ കള്ളത്തരം കാലത്ത് കള്ളക്കണക്ക് ഉണ്ടാക്കണവന്മാരെല്ലാം ഈ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? പാമ്പ് കടിക്കുമ്പോൾ പകുതി രക്തം ഒഴുക്കിക്കളയും. പകുതി രക്തം അവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുവോ? ഇല്ല, മൊത്തം ഒഴുക്കിക്കളയണം. ധാർമ്മിക സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അംശം ആൾക്കാർക്ക് കൊടുക്കും. പെണ്ണ് കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ, വീട് വെക്കാനൊക്കെ കൊടുക്കും. പക്ഷെ പകുതി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കൈ ഇവിടുന്ന് രാശി പറയണതിന് മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും. ധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റാണ്, എക്സോസ്റ്റ് പൈപ്പാണ്. എഞ്ചിന് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കർത്താവ് തന്നിരിക്കുന്ന ഒരു പ്രൊവിഷൻ, ഈശോ ഉണ്ടാക്കിയൊരു പ്രൊവിഷൻ. അനുതാപം പോലെ, വേസ്റ്റ് വാട്ടറിൻ്റെ അനുതാപം പോലെ വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുന്നത്. അതാണ് അധാർമ്മിക സമ്പത്ത്. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധാർമ്മിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കുന്നവരൊക്കെ ഇല്ലേ, സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും. ഇനി അപ്പനും അമ്മനും കയ്യിലെടുത്തോണ്ട് ആങ്ങളമാരെ പറ്റിക്കുന്നവരില്ലേ, എന്തുമാത്രം പെമ്പിളരാണ്. പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത്, നിങ്ങൾ പെമ്പിളർ എന്നോട് കഴുത്തക്കയറുമെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആൺപിള്ളേരാണ് ഇന്നത്തെ കാലത്ത്. വെച്ചാൽ ഈ പെൺപിള്ളേർ ഒന്നുകിൽ അവർ പഠിക്കും, കുത്തിരുന്ന് പഠിക്കും, അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കും വരും. എന്നിട്ട് പിന്നെ എന്താ അവരാണ് മാക്സിമം അപ്പനും അമ്മേനെ ഉപയോഗിക്കുന്നത്. കാര്യം ഈ ആൺപിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും, അവർ ചില പഠിത്തത്തിലെത്തി പുറകായിരിക്കും. പക്ഷെ എന്ത് പറ്റും? അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ പണം, ശമ്പളക്കാരുടെ പണം വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടുണ്ട്. അപ്പോൾ ഈ ആമ്പിള്ളേർക്ക് എന്ത് പറ്റും? അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് പണമില്ല, അപ്പനും അമ്മയും അവർ കേൾക്കണില്ല. അവർ പെൺമക്കൾ പറഞ്ഞ മട്ടിലൊക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും. അവസാനം അവനും വീട് പോലും ഇല്ലാതെയാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതികൾ ഒത്തിരി ഉണ്ട്. അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്ന മുമ്പ് ആദ്യം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ പണം, ആർക്കാണ് നിങ്ങളിങ്ങനെ തരികിട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രഹസ്യമായി കൊടുത്ത ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തന്നെ അണ്ടർസ്റ്റുഡാണ്. ആദ്യം അത്
ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത്. എൻ്റെ മക്കളെ, നിങ്ങളെ ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും, പക്ഷെ നിങ്ങൾ പണി മേടിക്കും. എന്താ കാര്യം? ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടത് കൊണ്ടാണ് സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണം അല്ല വിഷയം. അനുദിനമുള്ള ജീവിത പ്രശ്നത്തിൽ സുവിശേഷവിഹിതമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അല്ല നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സോപ്പിട്ടിട്ടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്തിന് പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. രക്ഷപ്പെടാൻ ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിന്ന് പണി മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത്. ചിലപ്പോൾ റിജക്റ്റായി പോകും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഭു ഞങ്ങൾക്കും തുറന്നു തരണമേ, പോയി പണി നോക്കാൻ പറയും. പിന്നെ ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നല്ലേ പറയണത്. ഇന്നിപ്പോൾ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത്? അനുതാപത്തെക്കുറിച്ച് എന്താ പറയാത്തത്? ഞാനിതേക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. എനിക്ക് ഭയങ്കരമായ ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു മേഖലയാണിത്. അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിൻ്റെ രക്തത്തിൻ്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു ഒരു പ്രതിബദ്ധത നമുക്ക് വേണ്ടാണ്. സഭയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷയായിരിക്കണം ആദ്യത്തെ സംഭവം. ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. മത്തായി 7:22-23. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെന്ന് കൂടിയുണ്ട്. ഈ അനീതി പ്രവർത്തിക്കുന്നവരെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളയണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.